തിരുവചനം തിരുവചനം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പരസ്യജീവിത ശുശ്രൂഷയിൽ അദ്യവസാനം അവിടുത്തെ ചങ്ക് നിറഞ്ഞു നിന്ന ചിന്ത ദൈവരാജ്യം എന്നുള്ളതായിരുന്നു. വിശുദ്ധ സുവിശേഷത്തിൽ നാം വായിക്കുന്നു ഈശോയുടെ ദൗത്യ ആരംഭത്തെക്കുറിച്ച്. മർക്കോസ് 1:14-15 തിരുവചനങ്ങളിൽ, യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ ഈശോ ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈശോയുടെ 3 വർഷക്കാലത്തെ ശുശ്രൂഷയെപ്പറ്റിയുള്ള സമ്മറി സ്റ്റേറ്റ്മെൻറ്റ്സ് സുവിശേഷകന്മാർ ആവർത്തിച്ച് നൽകുമ്പോൾ അവിടെ എടുത്തു പറയുന്നതും ഈശോ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളും ചുറ്റി സഞ്ചരിച്ചു എന്നാണ്. തൻ്റെ പീഡാസഹനത്തിനും മരണത്തിനും ഉത്ഥാനത്തിനും ശേഷം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുമ്പുള്ള ആ 40 ദിവസങ്ങളിൽ ഈശോ ചെയ്ത പ്രധാനപ്പെട്ട കാര്യം ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുകയായിരുന്നുവെന്ന് അപ്പോസ്തല പ്രവർത്തനം 1:3 നാം വായിക്കുന്നു. ഇപ്രകാരം പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് ഈശോ അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. ഈ ദൈവരാജ്യത്തിൻ്റെ പ്രധാന ശത്രുവായി, തടസ്സമായി ഈശോ കണ്ടത് സാത്താനെയാണ്, അവൻ്റെ രാജ്യത്തെ, നരകരാജ്യത്തെ ആണ്. മത്തായി 12:28 അതുകൊണ്ട് ഈശോ പഠിപ്പിക്കുന്നതായിട്ട് നാം വായിക്കുന്നു, ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും സുനിശ്ചിതവും ദൈവസ്ഥാപിതവുമായ അടയാളവും സാന്നിധ്യവും വേദിയുമായി ഈശോ നിയോഗിച്ചിരിക്കുന്നത് തിരുസഭയെയാണ്. പത്രോസിനോട് കേസറിയ ഫിലിപ്പിയിൽ വെച്ച്, പത്രോസെ നീ പാറയാകുന്നു, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും എന്ന് അരുളി ചെയ്ത ഉടൻ ഈശോ കൂട്ടിച്ചേർത്തത് നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്ന്. ലൂക്കായുടെ സുവിശേഷത്തിൽ 22-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നു, ഈശോ പത്രോസിനൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നതായി, ശെമയോനെ ശെമയോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റിക്കൊഴിക്കുവാൻ ഉദ്യമിച്ചു എന്ന്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഈശോയെ തള്ളിപ്പറയാൻ ഇടവന്ന അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞ പത്രോസ് പിന്നീട് തൻ്റെ ശുശ്രൂഷയ്ക്ക് ഏൽപ്പിക്കപ്പെട്ട ദൈവജനത്തിന് എഴുതി, അലറുന്ന സിംഹത്തെ പോലെ നിങ്ങളുടെ ശത്രുവായ പിശാച് ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നുവെന്ന് 1 പത്രോസ് 5:8 നാം അത് വായിക്കുന്നുണ്ട്. ഒന്നാമത്തെ മാർപ്പാപ്പയെ അനുകരിച്ച് ഇപ്പോഴത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് പാപ്പ ചുമതലയേറ്റ നാൾ മുതൽ സാത്താനെ അവൻ്റെ കെണികളെയും കുറിച്ച് മുന്നറിയിപ്പ് തരുന്നതിന് വിരമിച്ചിട്ടില്ല. 2014 ഏപ്രിൽ 11 പ്രഭാത വിചിന്തനത്തിൽ പാപ്പ പറഞ്ഞു, സാത്താൻ എന്നത് പ്രിയമക്കളെ ഒരു പഴങ്കഥയല്ല. ഈ 21-ാം നൂറ്റാണ്ടിലും അവൻ പ്രവർത്തന നിരതനാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഏടുകളിൽ നിന്നും അവനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ മാർഗങ്ങൾ നാം പഠിക്കണം. എഫെസസ് ലേഖനത്തിൽ 6-ാമത്തെ അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിൽ സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവാൻ അപ്പോസ്തലൻ എഴുതുന്നുണ്ടല്ലോ. അതിനായി ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ നാം അറിയണം. വിധക്കാരൻ്റെ ഉപമ ഈശോ പഠിപ്പിച്ചു കഴിഞ്ഞ് അർത്ഥം എന്താണെന്ന് അന്വേഷിച്ചുകൊണ്ട് ഈശോയുടെ പക്കൽ സ്വകാര്യമായി എത്തി ശിഷ്യന്മാരുടെ ഈശോ പറഞ്ഞില്ലേ, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ വരം ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കാണ്. സ്നേഹമുള്ളവരെ, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുവാനായി നമുക്ക് നമ്മുടെ ഉള്ളങ്ങളെ ഈശ്വര പക്കൽ തുറക്കാം. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഉള്ളു തുറന്നായിരിക്കുമ്പോൾ നരകരാജ്യം ഞൂഴ്ന്ന് കയറുന്ന മാർഗങ്ങൾ തിരിച്ചറിയുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ ഈ ദിവസങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് നമ്മിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. പിശാച് ഒരു യാഥാർത്ഥ്യമാണ്, അവനൊരു ജീവിക്കുന്ന ആത്മീയ അരൂപിയായുള്ള വ്യക്തിയാണ് എന്ന് നമ്മൾ ഒരു അമേരിക്കൻ സൈക്കാട്രിസ്റ്റിൻ്റെ പങ്കുവെക്കൽ ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിലാക്കുകയുണ്ടായി.
വ്യക്തിപരമായ ചില അനുഭവങ്ങൾ ഞാൻ ആ കൂട്ടം ചേർത്ത് ഇവിടെ പങ്കുവെക്കുകയുണ്ടായി. നമ്മൾ അനേകർ ചിന്തിക്കുന്നത് പിശാച് ഒരു വ്യക്തിയായിട്ട് ഇല്ല എന്ന് ആണ്. ഉണ്ടെങ്കിൽ അവനിങ്ങനെ കൊമ്പും വാലും തീയും ഒക്കെയായിട്ട് കറുത്ത രൂപമായിട്ട് ഭീകര സത്വമായിട്ട് വരുന്ന ഒരു പിശാച് അത് എവിടെയാണ് ഉള്ളത്, ഇങ്ങനെയൊക്കെ ചിന്ത. പിശാചിൻ്റെ പ്രവർത്തന ശൈലികൾ നമ്മൾ മനസ്സിലാക്കണം. അത് രണ്ട് തരത്തിലുണ്ടെന്ന് നമ്മൾ ഒന്ന് സൂചിപ്പിച്ചു. പിശാചിൻ്റെ സാധാരണ പ്രവർത്തനം, ഓർഡിനറി ആക്ടിവിറ്റി ഓഫ് സൈറ്റൻ. അതുപോലെ തന്നെ പിശാചിൻ്റെ അസാധാരണ ഇടപെടലുകൾ, എക്സ്ട്രാ ഓർഡിനറി ആക്ടിവിറ്റീസ് ഓഫ് സൈറ്റൻ. ഈ ഓർഡിനറി ആക്ടിവിറ്റിയിൽ നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറയുകയുണ്ടായി, ടെംപ്റ്റിങ്, പ്രലോഭിപ്പിക്കുക. അതാണ് പിശാചിൻ്റെ നിരന്തരമായ സാധാരണ പ്രവർത്തനം. ഏതൊരു വ്യക്തിയുടെ പക്കൽ അവൻ എടുക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചു. ഈശോയുടെ പക്കൽ പോലും അവനത് എടുത്തു. മരുഭൂമിയിലെ പരീക്ഷ സുവിശേഷകന്മാർ പങ്കുവെക്കുന്ന നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്. ഇതിനകത്തുനിന്ന് ആരും ഒരിക്കലും ഒഴിവായിട്ടില്ല. നമുക്ക് മനുഷ്യ സാധാരണമായ പ്രലോഭനങ്ങൾ ആർക്കും ഉണ്ട്. യാക്കോബിൻ്റെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 14-ാം തിരുവചനത്തിൽ പറയുന്നത് പോലെ ഓരോരുത്തരും പ്രലോഭിപ്പിക്കപ്പെടുന്നത് സ്വന്തം ദുരാശകളാലാണ്. സ്വന്തം ആശകൾ ദുരാശകളാൽ വശീകരിക്കപ്പെട്ട് കൊടുക്കലായി പാപത്തിൽപ്പെടുന്ന അവസ്ഥയെപ്പറ്റി യാക്കോബ് അവിടെ എഴുതുന്നുണ്ട്. അത് മനുഷ്യ സഹജമായ രീതിയിലുള്ള അല്ലെങ്കിൽ സാധാരണ തരത്തിലുള്ള പ്രലോഭനങ്ങളുടെ തലങ്ങൾ അവിടെ വരുന്നത്. നമ്മുടെ തന്നെ ചില ആഗ്രഹങ്ങൾ, ആശകൾ ദുരാശകളായി, മോഹങ്ങൾ അതിമോഹങ്ങളായി, ദുർമോഹങ്ങളായി, അതിൻ്റെ പുറകെ വിവേചനമില്ലാതെ ഇറങ്ങിത്തിരിച്ച് അങ്ങനെ പോകുന്നു. നമ്മുടെ ഉള്ളിൽ അതിന് വേരുകളുണ്ട്. പുറമേയുള്ള ലോകത്തിൻ്റെ ആകർഷണങ്ങൾ കടന്നു വരുന്നു, മറ്റുള്ളവരുടെ കമൻറ്റുകൾ കടന്നു വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സാധാരണ തലത്തിലുള്ള മനുഷ്യ സഹജമായ പ്രലോഭനത്തിൻ്റെ തലങ്ങളാണ്. എന്നാൽ അതിനപ്പുറം പൈശാചികമായ ഉറവിടത്തിൽ നിന്ന് വരുന്ന ഒരു ബന്ധനം പോലെ വരുന്ന പ്രലോഭനങ്ങളുമുണ്ട്. അത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. സാധാരണമായ ഈ മനുഷ്യ സഹജമായ ലോകസാധാരണമായ പ്രലോഭനങ്ങളുടെ അവസ്ഥ എല്ലാവർക്കും ഉണ്ട്. അതിനെ മറികടക്കുക എന്ന് പറയുന്ന അല്പം ജാഗ്രത പോയാൽ അത് വലിയ ബുദ്ധിയിലൂടെ സാധിക്കുന്ന കാര്യവുമാണ്. എന്നാൽ പൈശാചികമായ ഉറവിടത്തിൽ നിന്ന് വരുന്ന പ്രലോഭനമെന്ന് പറയുന്നത് വളരെ ശക്തമായ കമ്പല്ലിങ്, നമ്മളെ വലിച്ചഴയ്ക്കുന്ന പോലെയുള്ള ഒരു ശക്തിയോടുകൂടിയ ഒരു പ്രലോഭന ചിന്തയായിട്ട് വരാം. പിശാചിട്ട് തരുന്ന ടെംപ്റ്റിങ് പ്രലോഭനമെന്ന് പറയുന്നത് സാധാരണ പ്രലോഭനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. അത് വളരെ പവർഫുള്ളാണ്. ചെറുത്ത് നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവനത് എല്ലാവരുടെയും അടുത്തും പല രീതിയിൽ ഇറക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഇത് പിശാചിൻ്റെ സാധാരണ ആക്ടിവിറ്റി. അസാധാരണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നതിനകത്ത് സഭപിതാക്കന്മാർ സൂചിപ്പിക്കുകയുണ്ടായി. ഒരു 6 ഗണം അവരെണ്ണി പറയുന്നുണ്ട്. നമ്മളതേപ്പറ്റി ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. ഈ 6 ഗണത്തിനകത്ത് 1-ാമത്തെ ഗണത്തിൽ പലരും ചൂണ്ടിക്കാണിക്കുന്നത് പേഴ്സണൽ ഇൻഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. വ്യക്തിപരമായി ഒരു വ്യക്തിയെ പിശാച് ആക്രമിക്കുന്നു. അതിൻ്റെ ഉദാഹരണങ്ങൾ വിശുദ്ധരുടെ ജീവിതങ്ങളിൽ ധാരാളമായിട്ട് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ തന്നെ നാട്ടിൽ ജീവിച്ച നമ്മുടെ ഒല്ലൂരത്തെ വിശുദ്ധ എപ്രാസ്യ, അതുപോലെ തന്നെ കുഴിക്കാട്ടുശ്ശേരിയിലെ മറിയം ത്രേസ്യ, വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ എന്നിവർ മുതൽ നമ്മുടെ മദർ തെരേസയുടെ ജീവിതത്തിലും അങ്ങനെ സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് അനേക വിശുദ്ധർ, പദ്രേവിയും ജോൺ മരി വിയാനിച്ചനും അമ്മ ത്രേസ്യായും അനേക വിശുദ്ധരുടെ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവങ്ങളുണ്ട്. അവിടെ സംഭവിക്കുന്നത് എന്താണ്? ഈ വ്യക്തി എന്തെങ്കിലും പാപത്തിലൊന്നുമല്ല, ഈ വ്യക്തിയെ പാപത്തിലേക്ക് പ്രേരിപ്പിക്കുകയല്ല, ഈ വ്യക്തിയെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയാണ്. ഒല്ലൂരത്തെ വിശുദ്ധ എപ്രാസ്യാമ്മയുടെ ജീവിതത്തെ പറ്റിയുള്ള ഏറ്റവും ആധികാരികമായ രേഖയാണ് എപ്രാസ്യാമ്മയുടെ ലിഖിതങ്ങൾ എന്നുള്ള ഈ പുസ്തകം. നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവും. ഈ പുസ്തകം എപ്രാസ്യാമ്മ തൻ്റെ ആത്മീയ പിതാവായിരുന്ന ജോൺ മേനാച്ചേരി ബിഷപ്പിന് ഉള്ളു തുറന്നെഴുതിയ 79 കത്തുകളാണ് ഇതിലുള്ളത്. പിതാവ് ആയിരുന്നു എപ്രാസ്യാമ്മയുടെ ആത്മീയ കാര്യങ്ങൾ നയിച്ചിരുന്നത്. പക്ഷേ എല്ലാ അവസരത്തിലും വന്ന് സംസാരിക്കാനും കേൾക്കാനും സമയം തികയാതെ വന്നപ്പോൾ പിതാവ് എപ്രാസ്യാമ്മയുടെ കത്തെഴുതി അറിയിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അതനുസരിച്ച് എപ്രാസ്യാമ്മ എഴുതിയ കത്തുകളെല്ലാം അവസാനിപ്പിക്കുമ്പോൾ ഇത് കീറിക്കളഞ്ഞേക്കണേ പിതാവെ, എടുത്ത് വെച്ചേക്കരുതെന്ന് എപ്രാസ്യാമ്മ പറഞ്ഞിരുന്നു. എങ്കിൽ പോലും പിതാവ് ഒത്തിരി തന്നെ കീറിക്കളഞ്ഞിട്ടുണ്ടാവും. ചില കത്തുകൾ പിതാവ് എടുത്തു വെച്ചിരുന്നു. അങ്ങനെയുള്ള കത്തുകൾ എപ്രാസ്യാമ്മയുടെ നാമകരണ നടപടികൾക്ക് ഏറ്റവും ആധികാരികമായ രേഖയായിട്ട് ഉപകാരപ്പെട്ടു.
അത് പിന്നെ പുസ്തകമാണ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഇതേപ്പറ്റി സൂചിപ്പിക്കാൻ കാരണം, ഈ കത്തുകളിൽ എബ്രാഹാം തൻ്റെ ആത്മീയ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ ഈ പേഴ്സണൽ ഇൻഫെസ്റ്റേഷൻ എന്നുള്ള പൈശാചിക ഇടപെടൽ അനേകം ഉണ്ടാകുന്നതായിട്ട് സംഭവങ്ങളിനകത്ത് പറയുന്നുണ്ട്. എബ്രാഹാമയുടെ ടെലിഫിലിം സീരിയൽ ഷാലോമിൽ നിന്ന് പ്രസിദ്ധീകരിച്ചത് നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ പിശാചുക്കൾ വന്ന് ഉപദ്രവിക്കുന്ന പല രംഗങ്ങളോട് നമ്മൾ ശ്രദ്ധിച്ച് ഓർമ്മിക്കുന്നുണ്ടാവും. കയ്യിൽ നിന്ന് ഭക്ഷണം തട്ടി എറിഞ്ഞ് കളയുക, മുറിക്കകത്ത് തട്ടിൻ്റെ മുകളിൽ കയറ്റി ഇറക്കി വിടാതെ പിടിച്ചു വെച്ചിരിക്കുക, അങ്ങനെ അങ്ങ് തുടങ്ങി ഒരു ചൂട് കൊടുത്ത് പൊള്ളിക്കാൻ നോക്കുക. ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ. അത് വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ ജീവിതത്തിലും വളരെയധികം സംഭവങ്ങൾ അങ്ങനെ ജീവിതത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇത് പേഴ്സണൽ ഇൻഫെസ്റ്റേഷൻ എന്ന് പറയും. പിശാച് ഒരു വ്യക്തിയെ മനസ്സ് തകർക്കാൻ, അല്ലെങ്കിൽ മുന്നോട്ട് പോകാതെ ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ, തമ്പുരാൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങാൻ പറ്റാതെ ആക്കാനൊക്കെയുള്ള അവൻ്റെ കോപം നിറഞ്ഞുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. രണ്ടാമത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഫിസിക്കൽ ഇൻഫെസ്റ്റേഷനാണ്. പിശാചിൻ്റെ അസാധാരണമായ പ്രവർത്തനങ്ങൾ രണ്ടാമത് വരുന്നത് ഫിസിക്കൽ ഇൻഫെസ്റ്റേഷൻ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഭൗതിക വസ്തുക്കളുമായിട്ട് കേന്ദ്രീകരിച്ച്, അല്ലെ സ്ഥലങ്ങളുമായിട്ട് കേന്ദ്രീകരിച്ച്, അല്ലെ ഭൗതിക വീടുകളുമായിട്ട് കേന്ദ്രീകരിച്ച് പിശാച് പ്രവർത്തിക്കുന്നതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബാധയുള്ള വീടുകൾ, ചിലപ്പോൾ അങ്ങനെ നമ്മൾ പറയാറുണ്ട്. ബാധയുള്ള ഭവനങ്ങൾ, അവിടെ താമസിക്കാൻ പറ്റത്തില്ല. ചില സ്ഥലത്ത് പ്രശ്നങ്ങളുള്ളതായിട്ട്. ഇത് വെറുതെ കെട്ടുകഥകളോ തോന്നലുകളോ മനസ്സിൻ്റെ വിഭ്രാന്തിയോ ഒന്നുമല്ല. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ നമ്മൾ അറിയുമ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വീടുകൾ, നാം പെരുമാറുന്ന സ്ഥലങ്ങൾ, ഇതേപ്പറ്റി നമുക്ക് ബോധ്യം വേണം. ഒരു സൂചന ഞാൻ തരാം. നമുക്ക് പിശാചിൻ്റെ സ്വാധീനം വസ്തുക്കളിൽ നിറഞ്ഞു നിന്ന് ഉപദ്രവം ചെയ്യാം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് നെറ്റി ചൊളിയാൻ തോന്നും. പക്ഷേ മറുവശത്ത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ചില വ്യക്തികൾ വഴി വസ്തുക്കളിലും ഭവനങ്ങളിലും നിറഞ്ഞു നിന്ന് ആത്മീയമായി കരുത്ത് പകരുന്ന അനുഭവം നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തിരുശേഷിപ്പുകളെ പറ്റി ചിന്തിക്കുന്നത്. എന്താണ് തിരുശേഷിപ്പ്? ഒരു വ്യക്തി വിശുദ്ധമായിട്ട് ജീവിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞ്, മറ്റു വാക്കുകൾ പറഞ്ഞാൽ ദൈവരാജ്യ അനുഭവത്തിൽ ആഴപ്പെട്ട് തൻ്റെ ജീവിതം പൂർത്തീകരിച്ച് കടന്നുപോയി കഴിയുമ്പോൾ ആ വ്യക്തി ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ചിരിക്കുന്ന തൻ്റെ ശരീരം, അതഴിഞ്ഞുണ്ടായ ആ മണ്ണ്, അവശേഷിക്കുന്ന അസ്ഥി, ആ അസ്ഥിയിൽ ആ വ്യക്തി ജീവിച്ചിരുന്നപ്പോൾ നിറഞ്ഞ് പ്രവർത്തിച്ചതായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇപ്പോഴും നിലനിൽക്കുന്നു, അത് പ്രവർത്തനക്ഷമമായിരിക്കുന്നു എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സഭയുടെ ആരംഭം മുതൽ, അതുമല്ല അതിനു മുമ്പ് പഴയ നിയമ കാലഘട്ടം, ഏലീഷയുടെ കാലഘട്ടം മുതലേ വിശ്വാസവും അനുഭവമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നും തിരുശേഷിപ്പുകൾ ആദരവോടെ വഹിക്കുന്നത്. ഈ തിരുശേഷിപ്പ് മാത്രമല്ല, വിശുദ്ധ അൽഫോൻസാമ്മ അല്ലെ എബ്രാസ്യാമ്മ വല്ലൂരത്തെ അവർ കിടന്ന മുറി, കിടന്ന കട്ടിൽ, പെരുമാറിയ മുറി, ജീവിച്ച വീട്, അതുപോലും വിശുദ്ധ സ്ഥലങ്ങളാണ്. അവരടങ്ങിയ കല്ലറ, അതിൽ കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു ശക്തിയുണ്ട്. അത് അൽഫോൻസാമ്മ അല്ല അവിടെയുള്ളത്, എബ്രാസ്യാമ്മ അല്ല അവിടെയുള്ളത്. അവർ ദൈവത്തിൻ്റെ പക്കലാണ്, സ്വർഗത്തിലാണ്. ഇവിടെയുള്ളത് എന്താണ്? ഈ പറഞ്ഞ വ്യക്തികൾ, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ അവർ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യ ശക്തി ഈ വസ്തുക്കളിൽ ഇപ്പോഴും നിറഞ്ഞു നിന്നിട്ട് അതിൻ്റെ തരംഗങ്ങൾ, വൈബ്രേഷൻസ്, ഒരു സെക്കുലർ വാക്കിൽ പറഞ്ഞാൽ പോസിറ്റീവ് എനർജി അവിടെ പ്രവർത്തിക്കുകയാണ്. അൽഫോൻസാമ്മ പെരുമാറി ജീവിച്ച മുറിയിൽ ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ, ആ കട്ടിലിൽ കൊച്ചിനെ കിടത്തി പ്രാർത്ഥിക്കുമ്പോൾ, അല്ല കല്ലറയുടെ മേലെ കൊച്ചിനെ കിടത്തി പ്രാർത്ഥിക്കുമ്പോൾ രോഗശാന്തി ഉണ്ടാകുന്നു, വളഞ്ഞ കാലം നിവർന്നു വരുന്നു, ആത്മീയ കരുത്ത് കിട്ടുന്നു. എങ്ങനെയാണ് സംഭവിക്കുക? അവിടെയുള്ള ശക്തിയിൽ നിന്ന്. ഇതുപോലെ തന്നെ ഒരു മറുവശം നമുക്ക് നിരീക്ഷിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നെഗറ്റീവ് എനർജി എന്ന് സെക്കുലർ വാക്കുകൾ പറഞ്ഞാൽ, തിന്മ നിറഞ്ഞ് പിശാചിൻ്റെ ആവാസ സാന്നിധ്യം നിറഞ്ഞ് പൈശാചികമായ ചിന്തകളും ജീവിതവുമായിട്ട് നടന്ന വ്യക്തികൾ, ജീവിച്ച വീടുകൾ, ഞങ്ങളുടെ കർമ്മങ്ങൾ ചെയ്ത സ്ഥലങ്ങൾ, അവരവശേഷിപ്പിച്ചിട്ട് പോയ ശേഷിപ്പുകൾ, വിശുദ്ധരുടെ ശേഷിപ്പുകൾക്ക് നമ്മൾ തിരുശേഷിപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളതിനൊരു പക്ഷേ ഒരു ദുർശേഷിപ്പ് എന്ന് വേണേൽ പറയേണ്ടതായിട്ടുണ്ട്. അവ ആ സ്ഥലത്ത് വസ്തുക്കളിൽ തിന്മയുടെ ഒരു സാന്നിധ്യം, ശക്തി പ്രസരിക്കുന്ന അവസ്ഥ, സ്വാധീനപ്പെട്ട അവസ്ഥ നിലനിർത്തുന്നു. ഇത് പല രീതിയിൽ വരാം. ഞാനിപ്പോൾ ഇത് പൊതുവായിട്ട് സൂചിപ്പിക്കുക മാത്രം ചെയ്യുകയാണ്. അങ്ങനെ ഉള്ള വീടുകൾ, സ്ഥലങ്ങൾ, മുറികൾ, വസ്തുക്കൾ, ഇതിലുള്ള തിന്മയുടെ പ്രവർത്തനത്തെപ്പറ്റി പറയുന്നതാണ് ഫിസിക്കൽ ഇൻഫെസ്റ്റേഷൻ. മൂന്നാമത്തെ ഒരു അസാധാരണ പ്രവൃത്തി എന്ന് പറയുന്നത്
ഒപ്രഷൻ എന്ന് പറയും. ഞെരുക്കുക എന്ന് വെച്ചാൽ അത് നാനാവിധത്തിൽ ഒരു വ്യക്തിയെ മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ ആത്മീയമായിട്ട് വളരാൻ, ഭൗതികമായിട്ട് പുരോഗമിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞെരുക്കുകയാണ് എല്ലാ രീതിയിലും. പേഴ്സണൽ ഇൻഫെക്ഷൻ അവിടെ വരാം, ഫിസിക്കൽ ഇൻഫെക്ഷൻ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. ഏത് വഴിക്കിറങ്ങിയാലും കാര്യങ്ങൾ നടക്കുന്നില്ല, എന്തിനു ആരംഭിച്ചാലും മുന്നോട്ട് നീങ്ങുന്നില്ല, ബന്ധങ്ങളൊക്കെ വഷളാകുന്നു, രോഗങ്ങൾ മാറുന്നില്ല, സാമ്പത്തിക തടസ്സങ്ങൾ നീങ്ങുന്നില്ല, തെറ്റിദ്ധാരണ പുറകെ വരുന്നു, മരണങ്ങൾ കയറി വരുന്നു, മനസ്സിടിഞ്ഞു പോകുന്നു. ഇങ്ങനെ എങ്ങോട്ട് നോക്കിയാലും ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റുകയില്ല എന്നൊരവസ്ഥ, എത്ര പരിശ്രമിച്ചാലും കയറുന്നില്ലാത്തൊരവസ്ഥ. അങ്ങനത്തെ ഒരു അനുഭവം പിശാചിനെ ഉണ്ടാക്കി തരാനായിട്ട് സാധിക്കും. അതിന് പിതാക്കന്മാർ പറയുന്ന വാക്കാണ് ഒപ്രഷൻ, ഡയബോളിക് ഒപ്രഷൻ, ഞെരുക്കുകയാണ് നാനാവിധത്തിലും. മറ്റൊന്ന് ഒബ്സഷൻ, നാലാമത്തേത് ഒബ്സഷൻ. ഒബ്സഷൻ എന്ന് പറയുന്നത് മനസ്സിൻ്റെ മേലുള്ള പിശാചിൻ്റെ ഞെരുക്കലാണ്, ആക്രമണമാണ്. പ്രത്യേകമായ ചിന്തകൾ ഇട്ടുകൊടുക്കുക. ഞാൻ ആദ്യം സൂചിപ്പിച്ചതായ ഡയബോളിക് ടെംപ്റ്റേഷൻ, അതിനകത്ത് ഞാൻ പങ്കുവെച്ച അച്ഛൻ്റെ അനുഭവത്തിൽ ചില പ്രത്യേക ജഡിക ചിന്തകൾ, പ്രലോഭന ചിന്തകൾ മനസ്സിലേക്ക് കയറി വരുന്നതാണ്. അതിനകത്തൊരു ഒബ്സഷൻ്റെ ഭാഗവും കൂടെ കയറി വരുന്നുണ്ടെന്ന് വേണം സൂചിപ്പിക്കാൻ. ആ രീതി വരുമ്പം മറ്റു പല വിശുദ്ധരും, കരുണയുടെ അപ്പസ്തോലയായ അറിയപ്പെടുന്ന പോളണ്ടിലെ വിശുദ്ധ ഫൗസ്റ്റീന തൻ്റെ ഡയറി എഴുതുമ്പോൾ ആ ഡയറിയിൽ ഫൗസ്റ്റീന ഇടയ്ക്ക് സൂചിപ്പിക്കുന്നുണ്ട്, തൻ്റെ അധരങ്ങളിലേക്ക് ദൈവദൂഷണത്തിൻ്റെ വാക്കുകൾ കയറി വരികയാണ്. അവർ പറയുകയാണ്, എനിക്ക് എഴുതാൻ തന്നെ ലജ്ജ തോന്നുന്നു, മടുപ്പ് തോന്നുന്നു, ഇത് വായിക്കുന്നവർ എന്ത് വിചാരിക്കുമെന്ന് ഓർത്തിട്ട് തമ്പുരാനെ ചീത്ത വിളിക്കാൻ തോന്നിപ്പോവുകയാണ്. ഉള്ളിൽ ചീത്ത ഉണ്ടായിട്ടല്ല, ഉള്ളിൽ വെറുപ്പുണ്ടായിട്ടല്ല, ഉള്ളിൽ തമ്പുരാനോട് അകൽച്ച ഉണ്ടായിട്ടല്ല, പക്ഷേ വായിലോട്ട് അങ്ങനത്തെ വാക്കുകൾ വരികയാണ്. പല ആൾക്കാരും പങ്കുവെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ഒരു സഹോദരി പറയുമായിരുന്നു, കുർബാനയെ സംബന്ധിച്ച് നിൽക്കുമ്പം അച്ഛൻ പ്രാർത്ഥന ചെല്ലുമ്പോൾ എല്ലാം മറുപടിയായിട്ട് ചീത്ത വിളിക്കാൻ തോന്നുക, വായി ചീത്ത വരിക. അത് പറയാതിരിക്കാൻ, പറഞ്ഞു പോകുമെന്ന് പേടി കാരണം പള്ളി പോകാൻ പോലും പേടി വരികയാണ്. ചില വ്യക്തികൾ പറയുകയാണ്, ക്രൂശ് രൂപത്തിലേക്ക് നോക്കുമ്പോഴേക്കും എനിക്ക് ഈശോയെ പറ്റി അശ്ലീല ചിന്തകൾ വരികയാണ്. പശുത്തെ അമ്മയുടെ രൂപത്തിലേക്ക് നോക്കുമ്പോഴേക്കും വേണ്ടാത്ത രീതിയിലാണ് എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത്. അത് ഞാനങ്ങനെ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഈശോയെ ഇഷ്ടമാണ്, അമ്മയെ ഇഷ്ടമാണ്. ഞാനിങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ജഡികമായിട്ട് വേണ്ടാത്ത കാര്യങ്ങൾ കാണുന്ന ആളുമല്ല. പക്ഷേ ഞാൻ എപ്പം ഇങ്ങനെ പള്ളിക്കാർ രൂപത്തിൽ നോക്കിയാൽ ഇങ്ങനെ ചിന്ത തന്നെ ഇടിച്ച് കയറി വരികയാണ്. ഇതാണ് മനസ്സിൻ്റെ മേലുള്ള പിശാചിൻ്റെ ഈ ഒബ്സഷൻ എന്ന് പറയുന്ന ഒരു സൈക്കാട്രിയിലുള്ള ഒരു രോഗത്തിൻ്റെ അവസ്ഥയുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല, ഒരു പ്രത്യേക മേഖലയിൽ മനസ്സിൻ്റെ മേൽ വരുന്നതാണ്. ഒബ്സഷൻ എന്നുള്ള യഥാർത്ഥ സൈക്കാട്രിക് ആയിട്ടുള്ള രോഗമുള്ള വ്യക്തിയാണെങ്കിൽ ഒരുപാട് പെരുമാറ്റങ്ങൾ അതിൻ്റെതായ പ്രത്യേക രീതികൾ വരും. ഇതങ്ങനെയല്ല, ചില പ്രത്യേക തിന്മയുടെ പൈശാചിക ചിന്തകൾ മാത്രം വരുന്ന ഒരവസ്ഥയാണ് മനസ്സിൻ്റെ മേലുള്ള ആക്രമണം. മറ്റു ചിലർക്ക് ഇത് തന്നെ വരുന്നത് ചിലപ്പോൾ നിരാശയുടെ ചിന്തയായിരിക്കാം, ചിലപ്പോൾ നെഗറ്റീവ് ചിന്ത തന്നെ വരികയാണ്, ചിലപ്പോൾ തന്നെപ്പറ്റി തന്നെ അപകർഷതയുടെ ചിന്ത. വളരെ ഭംഗിയായിട്ട് ജീവിക്കുന്ന ആളായിരിക്കാം, ഭംഗിയായിട്ട് പോകുന്ന ആളായിരിക്കാം, ബോധ്യമുണ്ട്. പക്ഷേ എന്തിനിറങ്ങിയാലും ആദ്യം വരുന്ന ചിന്ത നടക്കുകയില്ല, വേണ്ട, അല്ലെങ്കിൽ ഈ ചിന്ത ഇടിച്ചു കയറി വന്ന് ആ വ്യക്തിക്ക് തന്നെ തിരിയുന്നുണ്ട്, തൻ്റെ ചിന്തയല്ല, തനിക്കിത് വേണ്ടാത്തതാണ്. എന്നാലും ഇതിനെ മാറ്റിവിടാൻ പറ്റുന്നില്ല. അതൊരു പൈശാചിക അസാധാരണ ആക്രമണത്തിൻ്റെ ഭാഗമാണ്. അഞ്ചാമത്തെ ഒരു ഗണം പിതാക്കന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് പേഴ്സണൽ സബ്ജുഗേഷൻ എന്ന് പറയും. സ്വന്തം ജീവിതത്തെ പിശാചിന് കീഴ്പ്പെടുത്തി കൊടുക്കുക എന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ഇതുവരെ കണ്ടതിനകത്ത് പിശാചിൻ്റെ ആക്രമണങ്ങൾ ഇങ്ങോട്ട് വന്ന് ഇടിച്ചു കയറുകയാണ്. ഇവിടെ അങ്ങനെയല്ല, ഒരു വ്യക്തി പിശാചിൻ്റെ സാന്നിധ്യത്തെ ഇടപെടലിനെ വിളിച്ചു വരുത്തുകയാണ്. ഓജോ ബോർഡ് കളിക്കുന്നു. ഓജോ ബോർഡ് കളിക്കുമ്പോൾ പൈശാചിക അരൂപികളെ വിളിക്കുകയാണ്. വിളിക്കുമ്പോൾ അത് കയറി വരികയാണ്. അങ്ങനെ വരുന്ന, അതുപോലെ തന്നെ സാത്താൻ പൂജയ്ക്ക് പോകുന്നു, ബ്ലാക്ക് മാസിന് പോകുന്നു, അങ്ങനെയുള്ള സൈറ്റുകളിലേക്ക് ഇറങ്ങുന്നു, അതിരുന്ന് അറിഞ്ഞ് കാണുന്നു. ഒരു വ്യക്തി പറഞ്ഞു, മടുത്ത് ഇരുന്ന് ഇങ്ങനെ കണ്ട് സാത്താൻ സൈറ്റുകളിൽ കയറി. അങ്ങനെ കയറി കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് വന്നപ്പം സാത്താനെ തന്നെ ഇനി വിളിച്ചു, നീ ഇങ്ങോട്ട് വാ, എന്നെ വേണം നീ എടുത്തോ, ഇങ്ങനെ അങ്ങ് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുതൽ ഈ വ്യക്തി വേറെ അവസ്ഥയിലങ്ങായിപ്പോയി. ഗബ്രിയേലി അമോർത്തച്ഛൻ, റോമ രൂപതയിൽ എക്സസൈസ് വ്യക്തി പറയും, ബ്ലഡ് പാക്റ്റ് എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. പിശാചുമായിട്ട് രക്ത ഉടമ്പടി ചെയ്യുന്നു. ഇതെല്ലാം ഈ പേഴ്സണൽ സബ്ജുഗേഷനകത്ത് വരുന്നതാണ്. അവസാനത്തേതാണ് പൊസഷൻ. പിശാച് പൂർണ്ണമായി നിയന്ത്രണം ഏറ്റെടുക്കുന്നൊരവസ്ഥ. ഈ പറഞ്ഞ 6 ഗണങ്ങളും അസാധാരണ ഇടപെടലുകളാണ്. പക്ഷേ ഇത് മാത്രമേ പിശാചിൻ്റെ ഇടപെടലായിട്ട് ഉള്ളൂ എന്ന് ചിന്തിക്കരുത്.
അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഒരുപാട് അവസരത്തിൽ പിശാചിൻ്റെ ഇടപെടൽ സാന്നിധ്യമൊക്കെ അവഗണിച്ചുകൊണ്ട് നീങ്ങാൻ ഇടവരുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. പിശാചിൻ്റെ ഓർഡിനറി ആക്ടിവിറ്റീസ് അവിടെയാണ് പലപ്പോഴും ആരംഭിക്കുന്നത്. വളരെ ലോലമായ പ്രേരണകൾ, ദുഷ്പ്രേരണകൾ. യൂദാസിനെപ്പറ്റി നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, യോഹന്നാൻ 13 ഈശോയെ ഒറ്റിക്കൊടുക്കുവാൻ യൂദാസിൻ്റെ മനസ്സിൽ പിശാച് തോന്നിപ്പിച്ചു. എത്രയോ ഒരു വെറും തോന്നൽ മാത്രം. കേസറിയ ഫിലിപ്പിൽ വെച്ച പത്രോസിൻ്റെ അധരങ്ങളിലേക്ക് സാത്താൻ ചിന്ത മനസ്സിൽ കൊടുത്തിട്ട് അധരങ്ങൾ സംസാരിപ്പിച്ചു. കർത്താവേ, നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയാൻ തടസ്സപ്പെടുത്താൻ ഈശോ ആയിരുന്നുകൊണ്ട് നേരെ തെളിച്ച് വിളിച്ചു, സാത്താനെ മാറിപ്പോവും. അത്ര സാധാരണമായൊരു സിറ്റുവേഷനിൽ പോലെ ഈശോ സാത്താൻ്റെ ഇടപെടൽ തിരിച്ചറിഞ്ഞു. ഇത് നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. ഇത് നമ്മൾ തിരിച്ചറിയാറാകണം. നമുക്കൊരു നിമിഷം നമ്മുടെ ഉള്ളങ്ങളെ നല്ല ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരാം. പ്രാർത്ഥനാപൂർവ്വം മുട്ടുകുത്താൻ സാധിക്കുന്നവർ മുട്ടുകുത്തുക. ഒരു നിമിഷം എളിമയോടെ തുറവയോടുകൂടെ എണീറ്റ് നിൽക്കാൻ സാധിക്കുന്നവരങ്ങനെ. കർത്താവായ ഈശോയെ, അങ്ങയുടെ പാദങ്ങളിൽ വന്ന് ഈ ഉപമ ഞങ്ങൾക്ക് വിശദീകരിച്ച് തരണമേ എന്ന് വിധക്കാരൻ്റെ ഉപമ കേട്ട് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇതാ വരം ലഭിച്ചിരിക്കുന്നു പറഞ്ഞ് ഞങ്ങൾ വ്യാഖ്യാനിച്ച് കൊടുത്തു. ഈശോയെ, ആ കൂട്ടത്തിലേക്ക് ഞങ്ങളെയും ചേർത്തതിനെ അവർ ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഈശോയെ നരകരാജ്യത്തിൻ്റെ കണികൾ തിരിച്ചറിയുന്നതിലൂടെയാണല്ലോ ഞങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. എവിടെയാണ് പിശാചി കണിയൊരുക്കി ഞൂടുന്ന് കയറുന്നത്, അവൻ്റെ കുടിലതന്ത്രങ്ങൾ തിരിച്ചറിയാൻ ഞങ്ങൾക്ക് വെളിച്ചം തരുന്നതിന് നന്ദി. കർത്താവേ, ഞങ്ങളുടെ ചിന്തകളെ ഞങ്ങൾ വിവേചിച്ചറിയട്ടെ. ഞങ്ങൾക്കുണ്ടാകുന്ന പ്രേരണകളെ ഞങ്ങൾ അറിയട്ടെ. പ്രലോഭനങ്ങളുടെ തലങ്ങളിൽ ഞങ്ങൾക്ക് വിവേചിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളുടെ ആഴങ്ങളിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും കൊണ്ടുപോകണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യവും സഹവാസവും സഹായവും സംരക്ഷണവും സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരുടെയും കൂടെ നമ്മുടെ വിധങ്ങളായ ജീവിത പോരാട്ട തലങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.